വരാം. ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് ശ്രീ വസീഫ് നമുക്കൊപ്പം ചേർന്നു. വസീഫ്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ തമ്മിലടിയാണ് യൂത്ത് കോൺഗ്രസിലും KSUവിലും ചേരിപ്പോര് രൂക്ഷമാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ രാജിവെച്ചിട്ടില്ല, MLA ആയി തുടരുന്നു. എന്താണ് പ്രതികരണം? ഇവിടെ അഭിമാനബോധമുള്ള കോൺഗ്രസുകാരന് ഈ പ്രവർത്തികളെ ഒന്നും VD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിലുള്ള ഈ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്ന് ഒരു ഗുണ്ടാ സംഘത്തെ, ഒരു അധോലോക സംഘത്തെ വളർത്തിയെടുക്കുന്നതിന് താല്പര്യമുണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ ഒരു സാധാരണക്കാരുടെ ഒരു വലിയ വിഭാഗം ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയെല്ലാം വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ അവരെയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീഷണിപ്പെടുത്തി ഒതുക്കി ഈ പ്രതിഷേധങ്ങളെയെല്ലാം ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അതാണ് ഉമാ തോമസിനെതിരെയുള്ള, അതുപോലെ തന്നെ പ്രതികരിച്ചവർക്കെതിരെയൊക്കെയുള്ള സൈബർ വേട്ട കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏതൊരാൾക്കെതിരെയും എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലേക്കാണ് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ സതീശൻ നേതൃത്വം പോകുന്നത്. അവരുടെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധിയായ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, അവരുടെ കുറേയേറെ പേജുകൾ, ഇതൊക്കെ കുറെ ആയിട്ട് ഇവരുടെ കൈവശമുള്ളതാണ്. പണം കൊടുത്ത് കൈവശപ്പെടുത്തി വെച്ച പേജുകളാണ്. ആ പേജുകളിൽ നിന്നും അതുപോലെ തന്നെ ചില വ്യക്തികളുടെ പേജുകളിൽ നിന്നും ഒക്കെയായിട്ട്, അക്കൗണ്ടുകളിൽ നിന്നൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത്രയധികം ഈ പകൽ പോലെ വ്യക്തമായ ഒരു സംഭവം, അത്രയും തെളിവുകൾ എല്ലാം നിരത്തിയുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ ഇനി മറ്റൊരു കേസിന്റെയോ മറ്റൊരു വാദത്തിന്റെയോ ആവശ്യമില്ല എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ഇടപെട്ട ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് എങ്കിലും തൽക്കാലം തടിയൂരാം എന്ന് ആലോചിക്കുന്നത്. അല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വേറെ ഒരു ന്യായീകരണത്തിനും അവസരമില്ല എന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. ആ സാഹചര്യത്തിൽ പോലും പാലക്കാട് MLA സംരക്ഷിച്ചു നിർത്താൻ ആവശ്യമായ നടപടികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം. അതിന് കാരണം ഇവർ ഒരു വലിയ കുറുവാ സംഘം തന്നെയാണ്, വലിയ ഗൂഢസംഘം തന്നെയാണ്. ആ ഗൂഢസംഘത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വം അവർക്കൊക്കെ ഉണ്ട് എന്നുള്ള നിലക്കാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിനെതിരെയാണ് ആത്മാഭിമാനമുള്ള പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിലെ കുറച്ചു പേർ വലിയ രീതിയിൽ പ്രക്ഷോഭം, പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം MLA എന്നുള്ള നിലക്ക് പാലക്കാട് പൊതുപ്രവർത്തനത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ മറ്റൊരു തെളിവുകളുടെയോ മറ്റൊരു വിശദീകരണത്തിന്റെയോ ആവശ്യമില്ല. 2 തവണ ഈ MLA പത്രക്കാരെ കണ്ടു. ആ 2 തവണയും തനിക്കെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്നുപോലും നിഷേധിക്കാനോ ഇതിൽ എന്തെങ്കിലും അവ്യക്തതയുണ്ട് എന്ന് പറയാനോ തയ്യാറായിട്ടില്ല. ഒരു ആരോപണം മാത്രം, അതൊരു ആരോപണമായി നിന്ന ഒരു ആരോപണം, അത് മാത്രമാണ് അതിലെ ഒരു കോൾ വെച്ച് മാത്രം അദ്ദേഹം സംസാരിച്ചത്. അതും പിന്നീട് അതിനകത്ത് അവ്യക്തതയുണ്ട് എന്ന് തിരിച്ച് ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചാനലുകൾ അത് അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതിനേക്കാൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഗൗരവമുള്ള ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കേസുകൾ വന്നിട്ട് എന്തേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന MLA ആ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല? എന്നാൽ അത് പറയണ്ടേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് MLAക്കായാലും ഏത് പൗരനെതിരെയായാലും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ വേട്ടയാടുന്നത് ആരായാലും, അത് BJP ആവട്ടെ, RSS ആവട്ടെ, ആരായാലും അവർക്കെതിരെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 2 തവണ മാധ്യമങ്ങളെ കണ്ടു, വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടും ഒരിക്കൽ പോലും തനിക്കെതിരെ ഉയർന്ന തെളിവുകൾ വെച്ചുള്ള ആരോപണങ്ങളെ നിഷേധിക്കാനോ അതിനെതിരെ നടപടിയെടുക്കുമെന്നോ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല, അതിൽ വസ്തുതകളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തെ വീണ്ടും MLA ആയിട്ട് പാലക്കാട്ട് ജനത അംഗീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീ വസീഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അപ്പോൾ പോലും ശ്രീ വസീഫിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഇപ്പോഴും ലൈംഗിക ആരോപണം നേരിട്ട് MLA ആയി തുടരുന്നവർ നിങ്ങളുടെ പാർട്ടിയിലും ഉണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാട് യൂത്ത് കോൺഗ്രസിലും പറഞ്ഞോട്ടെ.
നിങ്ങളിപ്പോ പറഞ്ഞത് മുകേഷിനെ ഉദ്ദേശിച്ചായിരിക്കും. മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് വിശദമായി പരിശോധിക്കണം. പിന്നെ ആരോപണം ഉന്നയിച്ചത് മാത്രമല്ല, ആരോപണം കോടതിയിൽ വന്ന് ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ ഒരു MLA ആരുടെ കൂടെയുണ്ട്? കോൺഗ്രസിന്റെ കൂടെയുണ്ട്. വിൻസെന്റ് MLA എന്ന പേര്, നിങ്ങൾക്കത് മറന്നുപോയത്. മറ്റൊരു MLA ഉണ്ട്, എൽദോസ് കുന്നപ്പള്ളി എന്ന പേര്. പിന്നെ ആരോപണങ്ങളുടെ വലിയ കുത്തൊഴുക്ക് തന്നെ ഉണ്ടായിരുന്നു KC വേണുഗോപാൽ, അതുപോലെ PC വിഷ്ണുനാഥ്, അതുപോലെ കോൺഗ്രസിലെ സകല നേതാക്കന്മാർക്കെതിരെയും. ആ ആരോപണങ്ങളും ഈ ആരോപണങ്ങളെയും ഒരുപോലെ കാണാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് സാധിക്കുമോ? സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ശരി, വളരെ നന്ദി ശ്രീ വസീഫ് ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും കോൺഗ്രസിലും KSUവിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ചേരിപ്പോര് രൂക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിൽ തമ്മിലടി നടക്കുന്നത്. അതിന്റെ ഒരു ഓഡിയോ സന്ദേശത്തിലേക്ക്. പുള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഷാഫി പറമ്പിലായിക്കോട്ടെ, പാലക്കാട് ഉണ്ടാവുമ്പോൾ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ തന്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും, സംഭാഷണം ഒരുക്കും, പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭാഷണം ഒരുക്കും. അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ ആ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും. നേതാക്കൾ ആരാണെങ്കിലും ഇനിയിപ്പോ ഞാൻ ഒരു പേരെടുത്ത് ആരും പറയാതെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ. ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് പാർട്ടിയിൽ അകത്ത് കടന്നിട്ടുള്ളൂ. അപ്പൊ ഇനി ഈ പറയുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ വീണ്ടും സസ്പെൻഷൻ വാങ്ങി എന്നുള്ള പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണ്. നമ്മുടെ ആളുകളെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ ആകർഷിച്ചുകൊണ്ട് യുവാക്കൾ കടന്നു വരുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നം വന്നാൽ അവൻ എങ്ങനെ ചാമ്പാന്ന് നോക്കുന്ന നേതാക്കളും ഫാൻസ് അസോസിയേഷൻകാരുമാണ് ഇന്ന് പാലക്കാട് ഉള്ളത്. അതിനൊരു മാറ്റം വേണം. എല്ലാവരും ഒന്ന് പുനഃപരിശോധിക്കണം. എല്ലാത്തിനും തീരുമാനം വേണം. അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം MLA ഓഫീസിന് മുമ്പിൽ വരെ എത്തിക്കാനുള്ള അവസരം ഒരുക്കുക. പോലീസിനെതിരെ അടക്കം ശക്തമായി നിലപാട് പറയാൻ ഒരു KSUക്കാരനോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ തയ്യാറായില്ല. അതന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ എനിക്ക് ഇടാൻ പറയുന്നത്. രമേശ് ചെന്നിത്തല എന്തെങ്കിലും പറഞ്ഞാൽ രമേശ് ചെന്നിത്തല കൊന്നു കൊല വിളിക്കാൻ കുറെ ആളുകൾ, അതൊന്നും നടക്കൂല, അത് നടക്കാൻ സമ്മതിക്കൂല. യെസ്.